ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മையெல்லாம் പരിശുദ്ധ സ്ഥാനത്തിൽ പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നതിനാണ്: യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. യേശു തിരുവെഴുത്തിൻ പ്രകാരമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ഒത്തിരി പേര് പറഞ്ഞു പുരോഹിതന്മാരുടെ ഗൂഢാലോചനയാണ്, പീലാത്തോസിൻ്റെ അധികാരം കൊണ്ട് ന്യായം വിധിച്ചതാണ്, യഹൂദന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചതുകൊണ്ട് യേശുവിനെ ന്യായം വിധിച്ചാണ്. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു? യേശു തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും യേശു ക്രിസ്തുവിന് സംഭവിച്ചതുപോലെ തന്നെയാണ് നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അയൽവാസികൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്തു പറയുന്നു എന്നുള്ളത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. തിരുവെഴുത്ത് എന്ത് എന്നെക്കുറിച്ച് പറയുന്നു അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ജാതകത്തിലോ കൈനോട്ടത്തിലോ മഷിനോട്ടത്തിലോ നിന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും നടക്കത്തില്ല. തിരുവെഴുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുമിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ജനനം ഒരു പ്രവചനമാണ്. യേശുവിൻ്റെ മരണം ഒരു പ്രവചനമാണ്. യേശുവിൻ്റെ ശരീരത്ത് അടിച്ച ഓരോ അടിയും പ്രവചനമാണ്. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് പ്രവചനമാണ്. യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചത് പ്രവചനമാണ്. യേശുവിനെ അടക്കിയത് പ്രവചനമാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് പ്രവചനമാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും 3-ാം ദിവസം ഉയർക്കുമെന്നും യേശു തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആലയം ശുദ്ധീകരിച്ചതിന് ശേഷം നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു, ഇത് ചെയ്യുവാൻ നീ എന്ത് അടയാളം കാണിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുക, ഇത് പൊളിച്ചാൽ
3 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു പണിയും എന്ന് യേശു ക്രിസ്തു തന്നോട് ചോദിച്ച യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഈ മന്ദിരം 40 സംവത്സരം കൊണ്ട് ശലോമോൻ പണിത മന്ദിരമാണ്, ഇത് 3 ദിവസം കൊണ്ട് നീ എങ്ങനെ പണിയാൻ സാധിക്കുക? യേശു പറഞ്ഞു, ഈ മന്ദിരത്തെ കുറിച്ചല്ല, തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു അന്ന് പ്രവചിച്ചതെന്ന്, അന്ന് പറഞ്ഞതെന്ന്. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ വിശ്വസിക്കുകയും ദൈവം പറഞ്ഞ വചനം അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ യേശു തന്നോട് തന്നെ പറഞ്ഞു, സഹോദരന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അന്നത്തെ ജനം ആരും വിശ്വസിച്ചില്ല, ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. കൂടെ ഉണ്ട അമ്മയോ സഹോദരങ്ങളോ യേശുവിന്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാനോ വിശ്വസിച്ചില്ല യേശു ഉയർക്കുമെന്ന്. യേശു മരിക്കുമെന്നും അവരൊരിക്കലും വിശ്വസിച്ചില്ല. എന്നാൽ അവർ ചിന്തിച്ചതുപോലെ അല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തം ചൊരിയാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത് ദൂതന്മാർ മഗ്ദലക്കാരത്തി മറിയോടും യാക്കോബിന്റെ അമ്മ മറിയോടും അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോൾ അവരോട് ശിഷ്യന്മാർ അടുക്കൽ ചെന്നു. ദൂതൻ പറഞ്ഞ വാക്ക് ശിഷ്യന്മാരോട് പറഞ്ഞു. അവർക്കത് കാര്യമാക്കിയില്ല, നുണ പറയുന്നുവെന്ന് അവർ വിശ്വസിച്ചു, അവരത് അംഗീകരിച്ചില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചില്ല, കൂടെയുള്ളവർ വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ടതിന് യേശു അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവരാരും വിശ്വസിച്ചില്ല. എന്നിട്ടും യേശു ചെയ്യാനുള്ളത് യേശു ചെയ്തു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശു അവരോട് പറയുന്ന ഒരു ദൂതുണ്ട്, അത് ഞാൻ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യമാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് തിരുവെഴുത്തുകളെ ആധാരമാക്കി മോശയുടെ പുസ്തകം, പ്രവചന പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഈ 3 ഭാഗത്ത് നിന്ന് തന്റെ വചനത്തെ കുറിച്ച്, തന്റെ മരണം, അടക്കം, പുനരുത്ഥാനം തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കണം. യേശു മരിക്കുമെന്ന് പറഞ്ഞു, യേശു മരിച്ചു. യേശു ഉയർക്കുമെന്ന് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നിന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ, നിന്റെ തലമുറയോട് പറഞ്ഞ പ്രവചനങ്ങൾ അവൻ വിശ്വസിച്ച് നീ സ്തോത്രം പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രവചിച്ചതെല്ലാം നീ വിശ്വസിക്കണം. നിന്നോട് പറഞ്ഞത് നീ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിനക്ക് അനുഗ്രഹമായി മാറും. പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ യേശു പറഞ്ഞ ആരാ? ഇത്രയും വ്യക്തമായ തെളിവ് കൊടുത്തിട്ടും, ഇത്രയും വ്യക്തമായത് കണ്ടിട്ടും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. എന്തുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് മനസ്സിലാകാഞ്ഞേ? കർത്താവ് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. കർത്താവ് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എന്നാൽ അപ്പം നുറുക്കിയപ്പോൾ, അപ്പം വാഴ്ത്തി നുറുക്കിയപ്പോൾ നിരോധിച്ച കണ്ണുകൾ തുറക്കപ്പെട്ടു.
ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ആമേ ക്രിസ്തുവിന്റെ ആമേ കർത്താവിനെ അറിയാതെ ചില കണ്ണുകൾ നിരോധിച്ചിരിക്കുമ്പോൾ, ഇന്ന് അവൻ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ ആ കണ്ണുകൾ തുറന്നതുപോലെ ഇന്ന് പകൽ ചെറുതിന്റെ കണ്ണ് തുറക്കട്ടെ. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ അവിടെ മുൻപിൽ വരച്ചു കെട്ടത്തക്ക നിലയിൽ ആമേ മരിച്ചൊരു കർത്താവിനെ അല്ല, ഉയർത്തെഴുന്നേറ്റൊരു കർത്താവിനെ അവർക്ക് തിരിച്ചറിയുവാൻ അവരുടെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഇന്ന് പകലും കർത്താവ് കണ്ണ് തുറന്നില്ലെങ്കിൽ നമുക്ക് യേശുവിനെ അറിയാൻ കഴിയത്തില്ല. ഇന്ന് നമ്മൾ യേശുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ യേശുവിന്റെ വചനം വായിക്കുന്നുണ്ടെങ്കിൽ, അവൻ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഒരു ദൂതൻ വിളിച്ചു പറയാമോ, നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നത് കൊണ്ടാണ്, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തുറന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നവർ പറഞ്ഞു. അപ്പോൾ വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് കർത്താവ് വ്യക്തമായിട്ട് അവൻ്റെ കൈകൾ കാണിച്ചു കൊടുത്തു, അവൻ്റെ വിലാപ്രം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർ മനസ്സിലായത് വാസ്തവമായിട്ട് ഇവർ ഉയർത്തെഴുന്നേറ്റെന്ന്. എന്നാൽ യേശു ഉയർക്കുമെന്ന് മഹാപുരോഹിതനും അവിടുത്തെ ചേവകർക്കും അന്നത്തെ ഹയ്യഫാവിനും ഹന്നാവിനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. യേശു മരിച്ച സമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ആലയത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് അടിവരെ കയറിപ്പോയി. ഇത് കണ്ടപ്പോൾ ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദേശം മുഴുവൻ 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശം മുഴുവൻ അന്ധകാരം വ്യാപരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ഇവൻ ഉയർത്തെഴുന്നേൽക്കും, ഇവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പുരോഹിതന്മാർക്ക് മനസ്സിലായി. പുരോഹിതന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ആമേ സ്തോത്രം, ആ നീചൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് ഞങ്ങളെ വല്ലാത്ത ഘട്ടത്തിലാകാതിരിക്കേണ്ടതിന് കല്ലറ അടച്ചോ ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ അവന്റെ ശവശരീരം എടുത്തോണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പിലത്തേതിനേക്കാളും വല്ലാത്ത ചതിയിലകപ്പെടും. അതുകൊണ്ട് കല്ലറ അടച്ചോ ഉറപ്പാക്കണം. പീലാത്തോസ് പറഞ്ഞു, കാവൽ കൂട്ടത്തെ തരാം, നിങ്ങൾക്ക് പറ്റുന്നത്ര കല്ലറ അടച്ചുറപ്പാക്കിക്കും. അന്ന് ഒരു വലിയ കല്ല് ഈ കല്ലറക്കിൽ ഉരുട്ടി വെച്ചു. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്ര കൊണ്ട് ഒരു മുദ്ര അതിന്മേൽ പതിപ്പിച്ചു. കാവൽ കൂട്ടത്തെ നിർത്തി. ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ആ സ്ഥലത്തേക്ക് ചെന്ന് യേശുവിന്റെ ശരീരം എടുത്തോണ്ട് പോകാൻ കഴിയത്തില്ല. ആർക്കും മാറ്റുവാൻ കഴിയാത്ത ഒരു കല്ലും അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എത്ര തടസ്സങ്ങൾ യേശുവിന്റെ ഉയർപ്പിന്, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഒരു രാജ്യം മുഴുവനും അതിന്റെ തടസ്സം സൃഷ്ടിച്ചിട്ടും, ഒരു മതം മുഴുവനും തടസ്സം നിന്നിട്ടും, യേശു പറഞ്ഞ 3 ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, അത് എത്ര ഉണ്ടെങ്കിലോ, എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ, എത്ര മന്ത്രവാദ ബന്ധനങ്ങൾ ഉണ്ടെങ്കിലോ, എത്ര എതിർപ്പുകൾ അതിനെതിരായിട്ടുണ്ടെങ്കിലോ, രാജ്യങ്ങൾ തന്നെ അതിനെതിരായി നിന്നാലോ അതിനെ നിവർത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, ആരൊക്കെ നിനക്കെതിരായി നിന്നാലും, ആരൊക്കെ നിനക്കെതിരായി കല്ലുകൾ ഉരുട്ടി വെച്ചാലും, ആരൊക്കെ നിനക്കെതിരായി സ്വരം മുദ്രകൾ വെച്ചാലും, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിന്നെ ഉയർത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിയാടെ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിയാടെ. എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ ഉണ്ടായിട്ടും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 30-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ദൈവം ഉയർപ്പിച്ചു. എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ ഉണ്ടായിട്ടും, കാവൽക്കാരുണ്ടായിട്ടും, ബന്ധനങ്ങൾ ഉണ്ടായിട്ടും
നിർജ്ജീവമായി പോയിട്ടും ഉയർത്തെഴുന്നേറ്റത് ദൈവം ഉയർപ്പിച്ചത് കൊണ്ടാ. ഇന്ന് പകല് ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവം തമ്പുരാൻ നിന്റെ തലമുറയെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവം നിന്റെ ബിസിനസിനെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്താൻ തീരുമാനിച്ചാൽ, എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ അതിനെ നാട്ടിൽ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ദൈവം ഉയർപ്പിച്ചത് കൊണ്ടാ ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലൊരു ദൂതിയായിട്ട് ഞാൻ പറയാം. ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര ശത്രുക്കൾ നിനക്ക് ചുറ്റും നിന്നാലും, എത്ര ശത്രുക്കൾ നിനക്ക് ചുറ്റും കാവൽ നിന്നാലും, എത്ര തടസ്സങ്ങൾ കല്ലുകൾ ഉരുട്ടി വെച്ചാലും, എത്ര ചങ്ങല കൊണ്ട് കെട്ടിയാലും, അതിന്റെ നടുവിൽ ദൈവം ഉയർത്താനാണെങ്കിൽ നിശ്ചയമായിട്ട് നിന്നെ ഉയർത്താൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവം ഉയർത്താൻ തീരുമാനിച്ച ഒരു സംഗതി, ദൈവം ഉയർത്താൻ തീരുമാനിച്ച യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല, ഗവൺമെന്റിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല, മതത്തിന്റെ ശക്തികൾക്ക് ബന്ധിക്കാൻ സാധിച്ചില്ല. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര തടസ്സങ്ങൾ നിനക്കെതിരെ ഉണ്ടെങ്കിലോ, എത്ര പ്രതിസന്ധികൾ നിനക്കെതിരെ ഉണ്ടെങ്കിലോ, എത്ര മതങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റാലോ, എത്ര മഹാപുരോഹിതന്മാർ നിനക്കെതിരെ എഴുന്നേറ്റാലോ, രാജാക്കന്മാർ എഴുന്നേറ്റാലോ, അതിന്റെ നടുവിൽ എന്റെ ദൈവത്തിന് ശക്തി വെളിപ്പെടുത്തി ഉയർത്താൻ ദൈവ ശക്തനാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവം ഉയർത്തി, ദൈവം ഉയർത്തി. ഇന്ന് പറഞ്ഞോണം, കർത്താവേ നീ എന്നെ ഉയർത്തിയാൽ മതി, പിതാവ് നീ എന്നെ ഉയർത്തിയാൽ മതി. നീ എന്നെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തടസ്സങ്ങൾ അല്ലാതെ മാറുക, എന്റെ പ്രതിസന്ധികൾ അല്ലാതെ മാറുക. ദൈവം ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലൊരു ദൂതൻ വിളിക്കാൻ പറയാം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ എന്റെ ദൈവത്തിന് സാധ്യമാണ്. ദൈവം അത് സാധ്യമാക്കി തരും. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുട്ടുള്ളപ്പോൾ യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധദ്രവ്യം ഒരുക്കിക്കൊണ്ട് കല്ലറക്കൽ ചെല്ലുന്നതിന് മുമ്പ് അവർ പറയുന്നൊരു പദമുണ്ട്. നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിക്കൽ നിന്ന് ആര് കല്ലുരുട്ടി മാറ്റും? ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? കല്ലൊരു പ്രശ്നമാണ്, ആരാധിക്കാൻ കല്ലൊരു പ്രശ്നമാണ്. എന്നാൽ യേശുവിനെ ഉയർക്കാൻ ഇതൊരു പ്രശ്നമല്ല. മനുഷ്യർക്ക് പലതും പ്രശ്നമാണ്, എന്നാൽ ദൈവത്തിനൊന്നും ഒരു വിഷയമല്ല. ദൈവത്തിനൊന്നും ഒരു വിഷയമല്ല. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാടെ, കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാടെ. കർത്താവിൻ്റെ പ്രവൃത്തി എന്താണെന്നറിയാവോ? കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാവോ? സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കൽ ഇരിക്കുന്ന മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിലാക്കി സൂക്ഷ്മത്തോടെ, കാരാഗ്രഹം താഴിട്ട് പൂട്ടി സൂക്ഷ്മത്തോടെ അവിടെ കാവൽ നിൽപ്പുണ്ട്. എന്നാൽ അർദ്ധരാത്രിക്ക് കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് പത്രോസിനെയും യോഹന്നാനെയും പുറത്തു കൊണ്ടുവന്ന് കാരാഗ്രഹം അതുപോലെ പൂട്ടിയിട്ട് പുറത്തു വന്നു. കാവൽക്കാരറിഞ്ഞില്ല. സ്തോത്രം. ഈ പൂട്ട് എങ്ങനെ തുറന്നെന്ന്, ഏത് താക്കോലുണ്ടെന്ന് അറിയത്തില്ല. ഇനി ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം. ഏത് രാജാക്കന്മാർ നിന്റെ ശുശ്രൂഷക്കെതിരായിട്ട് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചാലും ദൈവം തമ്പുരാൻ ഇറങ്ങിയാൽ ആ പൂട്ട് തുറക്കാൻ സാധിക്കുമോ? ആ പൂട്ട് തുറക്കാൻ സാധിക്കുമോ? നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ എന്തൊക്കെ താഴിട്ട് പൂട്ടിയാലോ അത് തുറക്കാൻ ദൈവത്തിന് കഴിയും. തുറന്നിട്ട് ഇവരെ പുറത്തിറക്കി അതുപോലെ കൂട്ടിയിട്ട് പോന്നു. ഓത്രം. പിറ്റേ ദിവസം രാവിലെ വീടൊക്കെ തുറന്ന് അകത്ത് ചെന്നപ്പോൾ അകത്ത് ആൾക്കാരില്ല, അകത്ത് ആളെ കാണാനില്ല. അപ്പൊ അന്വേഷിച്ച് ചഞ്ചലപ്പെട്ട് ഇതെന്താവുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ പൂട്ടിയ ആൾക്കാരെ ദേവാലയത്തിൽ നിന്ന് ഉപദേശിക്കുന്നുണ്ടെന്ന്. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്താണെന്നറിയാവോ? അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുവാൻ ശക്തിയുള്ളവനാണ്. ഇന്ന് പകലൊരു ദൂത് ഓർത്തോണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഉയർത്തണം. ദൈവം തമ്പുരാൻ നിങ്ങളെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കൂടോത്രം ചെയ്താലും, ആരൊക്കെ എന്തൊക്കെ മന്ത്രവാദം ചെയ്താലും,
നേർച്ച കാഴ്ച കഴിച്ചാലും നീ സ്തോത്രം പറഞ്ഞാൽ മതി. കാരണം ഇതിനൊക്കെ വലിയവനാ, ഇതിനൊക്കെ ശക്തിയുള്ളവനാ നിന്റെ പിതാവായ ദൈവമാ. ആ ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ ഇതിന്റെ നടുവിൽ ഉയർത്താൻ ശക്തനാ. ഹല്ലേലൂയ. ഒറ്റ ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി. കല്ലുരുട്ടി മാറ്റിയിട്ട് ആ കല്ലിന്റെ പുറത്ത് കയറി ഇരിക്കുക. എന്താണെന്നറിയാവോ? ഈ കല്ലറ തമ്പുരാൻ തുറന്നതാ. പിന്നെ ഉലകത്തിൽ ഒരു ഏരാതാവിനെ കൊണ്ടും ഒരു ഹയ്യഫാവിനെ കൊണ്ടും ഹന്നാവിനെ കൊണ്ടും ഇത് തിരിച്ചുരുട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു കല്ലുരുട്ടി മാറ്റിയാൽ തിരിച്ച കല്ലുകൊണ്ടോ നടക്കാനാ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അത് തിരിച്ചുരുട്ടാൻ കഴിയാതെ വണ്ണവാ അതിന്റെ പുറത്ത് ഒരു ദൂതൻ ഇരിക്കുക. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞാടെ. ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാടെ. അതിന്റെ 31 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 31 വാക്യം. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന്റെ പിതാവിന്റെ ഒന്നാമത്തെ ലക്ഷ്യം മാനസാന്തരം ഉണ്ടാകണം. യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കിട്ടിയത് എന്താ? നമുക്ക് മാനസാന്തരം കിട്ടി. മാനസാന്തരം മാത്രമല്ല, മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തി. അപ്പോ ദൈവമാ യേശുവിനെ ഉയർത്തിയത് അവന്റെ വലങ്കയ്യാ. ഈ കൈ ഒരു ദിവസം മോശയുടെ കൈമേൽ ചെല്ലുമാറാക്കി. മോശ ചെങ്കടലിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഈ വലിയ ചെങ്കടലിന് നേരെ വടിനീട്ടാൻ അവന്റെ കൈക്ക് ശക്തിയില്ല. കാരണം ഇത്ര വലിയ ചെങ്കടല. എന്നാൽ മോശ അവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, മോശ നീ കരയുന്നതെന്തോ? നിന്റെ കയ്യിലുള്ള വടി നീട്ട എന്ന് പറഞ്ഞിട്ട് മോശ നീട്ടുന്നില്ല. മോശക്ക് അത്രക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വലം കൈ മോശയുടെ കയ്യിലേക്ക് ചെന്നപ്പോൾ മോശയുടെ കൈ അറിയാതെ ഈ ചെങ്കടലിനെ നീട്ടുകയും ചെങ്കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തു. വേദപുസ്തകം വളരെ ശക്തമായി വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ കൈ നിന്റെ വാഗ്ദത്തത്തിന് മേൽ നീട്ടാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ കൈ നിന്നെ തടസ്സങ്ങളുടെ മേൽ നീട്ടാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ കൈ നിന്നെ ഉയർത്താൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൈ മോശയുടെ വലം കൈമേ ചെന്നപ്പോൾ ശത്രുവിന്റെ മുമ്പിൽ തന്നെ ഒരു വഴി ദൈവം അങ്ങോട്ട് തുറന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അതുവരെ പിറുപിറുത്തവരും അതുവരെ കുറ്റം പറഞ്ഞവരും അതുവരെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞവരും ആമേ ദൈവത്തിന്റെ കൈ ഒന്ന് ചലിച്ചപ്പോൾ, ദൈവത്തിന്റെ കൈ മോശയുടെ കൈമേ ചലിച്ചപ്പോൾ ആമേ തപ്പെടുത്ത് നൃത്തം ചെയ്ത അവർ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആമേ ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല ചേർന്ന് പാടാൻ തുടങ്ങി. എന്നാ കാര്യമെന്നറിയാവോ? ദൈവത്തിന്റെ കൈ ചലിച്ചാൽ പിറുപിറുപ്പുകൾ മാറോ, നിരാശകൾ മാറോ, കുറ്റം പറച്ചൽ മാറിപ്പോകുമോ? ദൈവത്തിന്റെ കൈ നിനക്ക് വേണ്ടി ചലിക്കട്ടെ. ദൈവത്തിന്റെ കൈ ചലിച്ചപ്പോൾ പിറുപിറുത്തവരുടെ വായിലെല്ലാം സ്തുതി വരാൻ തുടങ്ങി. ആമേൻ. നിരാശയുടെ ഹൃദയങ്ങളിലെല്ലാം പ്രത്യാശ വരാൻ തുടങ്ങി. ഇന്ന് പകൽ യേശുവിനെ ഉയർപ്പിച്ചത് ദൈവത്തിന്റെ കൈയാ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ കൈകൾ താഴ്ന്നു പോകുമ്പോൾ ഒരിക്കലും താഴാത്തത് ദൈവത്തിന്റെ കൈയാണ്. ദൈവത്തിന്റെ കൈയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കുടുംബത്തെ ദൈവത്തിന്റെ വലം കൈയായി ഉയർത്തട്ടെ. നിന്റെ ശുശ്രൂഷയെ ദൈവത്തിന്റെ വലം കൈയായി ഉയർത്തട്ടെ. നിന്റെ ബിസിനസിനെ ദൈവത്തിന്റെ വലം കൈയായി ഉയർത്തട്ടെ. നിന്റെ തലമുറയെ ദൈവത്തിന്റെ വലം കൈയായി ഉയർത്തട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലം കൈയാൽ അവനെ ഉയർത്തി. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവമോ മരണപാശങ്ങളെ അഴിക്കണം. എന്ത് വേണം? അഴിക്കണം. എന്ത് വേണം? കൈ വേണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൈയായതുകൊണ്ട് എത്ര മരണ കെട്ടിയാലും അഴിക്കാൻ കഴിവുള്ള ഒരു കൈ അവൻ നിനക്ക് വേണ്ടി ഉണ്ട്. അവൻ മരണപാശങ്ങളെ അഴിച്ചോ, മരണ കയറുകളെ ഇന്ന് പകൽ കർത്താവ് പൊട്ടിക്കുന്നു. പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ
കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പ്, എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ നിർജ്ജീവമായിട്ടുണ്ടോ, അവിടെ എല്ലാം ജീവൻ പകർന്ന് കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ എവിടെയെല്ലാം പിശാചി മുദ്ര വെച്ചോ, എവിടെയെല്ലാം പിശാചി ബന്ധിച്ചോ, എവിടെയെല്ലാം പിശാചി വഴികൾ അടച്ചു കളഞ്ഞോ, അവിടെയെല്ലാം തുറന്നു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു പകൽ കർത്താവെ, ഈ വചനം കേട്ട സകലരും യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് തല പൊക്കട്ടെ. അവിടെ തല പൊക്കി നോക്കുമ്പോൾ വാഗ്ദത്ത നിവൃത്തി കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല പരാജയങ്ങളെയും സകല തകർച്ചകളെയും ഞാൻ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗങ്ങൾ സുഖമാകട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, എല്ലാ ട്യൂമറുകളും മാറട്ടെ. സന്ധിവാതത്താൽ ഭാരപ്പെടുന്ന ചില വ്യക്തികളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ സുഖമാകട്ടെ. സന്ധിവാത രോഗങ്ങൾ സൗഖ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ട്യൂമറുകളും മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തൈറോയിഡുകളും യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. രക്തം കൊണ്ട് മുദ്ര വയ്ക്കുന്നു. എല്ലാ BP-യും നോർമലാകട്ടെ, എല്ലാ ഷുഗറും നോർമലാകട്ടെ. ഈ ജനം സ്വതന്ത്രമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കടഭാരത്താൽ ഭാരപ്പെടുന്നവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ധാരാളം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയം വീണ്ടും കാണാൻ വരെ ദൈവത്തിൻ്റെ കൃപയിൽ അവ നമ്മളെ നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ. പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.